അതിനായി സ്വർഗം തന്നെ പൂവിലിളങ്ങി മഹിതാത്ഭുതമേ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തി പ്രാർത്ഥിപ്പതിനായി നിന്റെ കരുണ എന്നെ അനുഗമിക്കട്ടെ. ധനികരും ദരിദ്രരും മൃതിയുടെ പോയിനായി പായും നരിക്കും നീ അവർക്ക് പാനീയം കൊടുത്തു. മനുജനു ചരണം അന്ന് കെട്ടണ്ടിരിക്കാൻ വേണം. ഒരു പെണ്ണ് ജീവൻ ഒപ്പിച്ചില്ലേ വണ്ടി മുമ്പ് പെണ്ണിടാൻ പോകുന്നു. അവള് പെണ്ണിനെ അവള് കെട്ടിച്ചില്ല. നേഴ്സായിരുന്നുള്ളു. പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാപിനിയോടാ. ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരതിവാ മഹിതാത്ഭുതമേ. പരിശുദ്ധന്മാരിലേൽപ്പിനുമം നമ്പരമത്തേ നിരച്ചേരുന്നു സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ പിന്നെന്ന് പറഞ്ഞു
സംസ്കാര ശുശ്രൂഷയുടെ സമാപനങ്ങൾക്ക് അഭിവന്യങ്ങളെക്കാൾ പിതാവിന്റെ നാമത്തിൽ ഓർമ്മിക്കുന്നതാണ്. മക്കളുടെ ജീവിതങ്ങളിലൂടെ കുടുംബങ്ങളുടെ വിശുദ്ധി വളരുന്നതോടൊപ്പം ദൈവത്തിനായി സഭയ്ക്കായി സമർപ്പിതരായ 2 മക്കൾ ജൂനിയർ ലൂസീനായി ഈ പിതാവിന്റെ ക്രൈസ്തവ വിശ്വാസത്തെ അതിരൂപതയുടെയും സാർവത്രിക സഭയുടെയും വിഹായത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അവരുടെ വലിയ സേവനങ്ങൾ ദൈവത്തിന്റെ തീർച്ചയായും ഈ പിതാവിന് വലിയ അനുഗ്രഹമായി മാറട്ടെ. അൾത്താരയിൽ അനുദിനം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളിൽ അദ്ദേഹം അനുസ്മരിക്കപ്പെടുകയും ആ വലിയ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. നല്ലവനായ ദൈവം ഈ കുടുംബത്തിന് അനുഗ്രഹം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സാന്നിധ്യം വഴിയായിട്ട് നാം നൽകുന്ന ആശ്വാസം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയതാണ്, വിലയുള്ളതാണ്. ഈ സഹോദരന് സ്വർഗീയ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അന്ത്യകർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം ചെയ്യാം. അവരെ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു, അണയുന്നീശോ ഹൃദയാഭിലർക്കും ജീവനോതുപോലെ ശരണപോലെ ജീവനവർക്കേക്കും
പ്രാർത്ഥനയിൽ ഓർമ്മിക്കുന്നു.
ശുശ്രൂഷയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിടയിൽ ഓർത്തോട്ടിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. പാട്ടുകഴിഞ്ഞു ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധമാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനമനെ വിശ്രമം നൽകേണ്ടി കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.